എടാ ഇത് നമുക്ക് നമ്മുടെ പാർട്ടി ഡ്രസ് ആക്കിയല്ലൂടെ ഇത് ജോക്കേഴ്സ് ഡെമോക്രാറ്റിക് പാർട്ടി. ഏതാടാ ഏതാ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ്, യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി ബോബ് വെട്രി കഴപ്പൻ. എടാ പക്ഷെ ഇത് ബോബ് വന്നിട്ടാട്ടോ ഒന്ന് കൊഴുത്ത്. ആക്ച്വലി ബോബാണ് ഈ പാർട്ടി രൂപീകരണത്തിന്. നമ്മൾ അതൊന്നും ചിന്തിച്ചിട്ടില്ല. ഓ എന്തോടാ രക്ഷിക്കണോന്ന് പറഞ്ഞ എനിക്കെന്തോ പ്രശ്നം? അന്ന് ഒന്ന് ആലോചിച്ചു, കണ്ണാപ്പി ബ്രേക്കപ്പ് ആയതിനു ശേഷം ഈ പയ്യനാണ് കണ്ണാപ്പിന്റെ തോളത്ത് തന്നെ. ഇത് മറ്റേതാണ് ഉറപ്പല്ലേ? ആരാ? ഏത് അവൻ നമ്മുടെ ബ്രദർ പോലത്തെ ഒരു പയ്യനാണ്. ആരാ? ആരാ പേരെന്തോ? ബേബിയാണ്. ബേബിയാ? അവന്റെ പേരിലില്ല അന്ന് മറ്റേതാണ്. അവന്റെ പേര് എഡ്വിൻ ബേബി എന്നാണ് വിളിക്കുന്നത്. അല്ല, അവന്റെ പേര് എഡ്വിൻ ബേബി. അവനിപ്പോ അതാ ഇഷ്ടമെങ്കിൽ അവൻ അത് ആയിക്കോട്ടെ മുനി. അതെന്തെങ്കിലും കാണിക്കട്ടെ. അവര് അതൊക്കെ എന്തെങ്കിലും കാണിക്കട്ടെ. ഇതല്ലേ മനെ ഒരു ഇഷ്ടം. ഇറ്റാച്ചി എന്താടാ ഇങ്ങനെ പ്രതിമൂലം നിക്കുന്നത്? നിനക്കെന്തൊരു വികാരമില്ല നിക്കുന്നേ ഇറ്റാച്ചി? ഇതെന്തോടെ എല്ലാരും ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് പോക്കറ്റ് കൈയൊക്കെ ഇട്ട്. എടാ ഇത് നമുക്ക് നമ്മുടെ പാർട്ടി ഡ്രസ് ആക്കിയല്ലൂടെ ഇത്? നമ്മളെല്ലാത്തിലും ട്രെൻഡ് കൊണ്ടുവരണം നമ്മളെ. അതെ ഒന്ന് എന്നെ ഒന്ന് അവിടെ ഷോപ്പിൽ കൊണ്ടുവന്ന് ഇട്ട് കാണിച്ചടാ. ജോക്കി വേറൊരു കാര്യമുണ്ട്. യൂത്തിന്റെ മണ്ഡല സെക്രട്ടറി ആയിട്ട് സ്നൈപ്പിനെയാണ് ഞാൻ കാണും. എന്റെ പൊന്നെ, അത് ഞാൻ മറന്നു കേട്ടോ. സ്നൈപ്പേ ആ കാര്യം പറയാൻ മറന്നുപോയി. യൂത്തിന്റെ യൂത്ത് വിങ്ങിന്റെ എടാ ജോണി ഒന്ന് കേറേ. ഒന്ന് വേട ഇങ്ങോട്ടൊന്ന് കേറ്. ഇയാളെന്തു ഈ കൊച്ചു പിള്ളേർ കണക്ക് എന്നെ കയറ്റി. ഇതാരാ കയറിയിരിക്കുന്നേ? ഒരു മിനിറ്റ്. ഓ സത്യം പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തരംഗം സൃഷ്ടിച്ചെടുക്കണമെന്നാണ്. പക്ഷെ യൂത്തിന്റെ എന്താ ഒരു ജനതയിലെ തീർച്ചു പോയത് സത്യടാ. എന്താണ് സംഭവിച്ചേ? മനപ്പൂർവ്വം ഇടിച്ചല്ലേ ഉള്ളൂ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എടാ സ്നൈപ്പും ഇറ്റാച്ചിയും ജോണി, സ്നൈപ്പിനെ ഇറ്റാച്ചിയും നമുക്ക് യൂത്ത് വിങ്ങിന്റെ കാര്യങ്ങള് ഏൽപ്പിക്കാം. എടാ പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ JDPയുടെ യൂത്ത് വിങ്ങിന്റെ കുറച്ചു മുമ്പ് പറഞ്ഞില്ലായിരുന്നാ ഇപ്പത്തെ എല്ലാവർക്കും നമ്മുടെ ഒരു ലുക്ക്. ജോക്കേഴ്സ് ഡെമോക്രാറ്റിക് പാർട്ടി. ഓ നീ വെട്രിക്കഴപ്പന്റെ ആളല്ലേ? അല്ലല്ല, കുറച്ചുകൂടെ ജോക്കേഴ്സ്. എന്നാലും അത് ഇച്ചിരി കൂടെ നമുക്ക് നന്നാക്കായിരുന്നു. ആ പയ്യന് ഇല്ല കുഴപ്പമില്ല. ബാക്കി എന്തിനും JDP എന്നുള്ളത് കേട്ടോ, അതൊരു ഫ്ലോ അല്ലേ? അതൊരു ഫ്ലോ ആണ്. എടാ മറ്റേ ഞാനൊരു കോമഡി പറയട്ടെടാ. ജെബില് ചിരിക്കോ? ബോബ് വെട്രി കഴപ്പൻ. ഒന്ന് ജനറേറ്റ് ചെയ്യണേ. ജനറേറ്റോ? അതെന്തോ ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റും? ഏതാ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ്, യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി നമ്മളന്നെ മോനെ. ചന്ദ്ര ഇത് JDP ആണ്. ഇത് വേറെ മോനെ, അത് വേറെ. മിസ് ബോയ് കുട്ടേ, ഇത് യൂത്തിന്റെ വൈ വെട്ടിയ സാധനം. ഇത് മോനെ, ഇത് യൂത്ത് വിങ്ങിന്റെ ആണ്. എടാ ഇത്രയും പേരിട്ടിട്ട് കീരി ഇട്ടോണ്ട് നടക്കുന്നു. കീരി നമ്മുടെ സപ്പോർട്ടർ അല്ല കേട്ടോ, അനുഭാവി അല്ലാത്തവനാണ്. ഇത് വെട്രിക്കഴപ്പന്റെ ആളാണ്. ബോബ് വെട്രിക്കഴകം. ഓ നീ മറ്റേ അതേ നിക്കത്തുള്ളല്ലോടാ, നീ മറ്റേ അണ്ണന്റെ ഫാൻ അല്ലേ? 6 7
ഇത് വിഷയം കേട്ടോ നമ്മളിങ്ങനെ എന്നെ ഒരു സ്വാഗാണ് നമ്മുടെ മൊത്തത്തിൽ എല്ലാവർക്കും. ആൾക്കാർ കണ്ടാൽ തന്നെ നമുക്ക് വേണ്ടി വോട്ടും ചെയ്യും, ആൾക്കാർക്ക് ഒരു റെസ്പെക്ട്ഫുൾ തോട്ടും വരും. ഇനി ഒരു കാര്യം പറയട്ടെ സ്നേഹിപ്പേ, ഞാൻ ഉള്ള സമയത്ത് GDP അനുഭാവിയായിട്ട് ഈ ഡ്രസ് ഇട്ട് വേണം നടക്കാൻ. ഇറ്റാച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടോ? സ്നൈപ്പിന് ബുദ്ധിമുട്ട്? ഞാൻ ഉള്ളപ്പം മതി. മെസ്ബോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടാണോ? സിറ്റുവേഷൻ വരുമ്പോ മാത്രം മാറ്റേണ്ടി വരുന്നുണ്ട്. ഇത് കണ്ടോ, പല്ലി കടിച്ചോലെ കണ്ണിരിക്കണണ്ട കണ്ടോ, ആരേലും വന്നു കഴിഞ്ഞാൽ അടിക്കാൻ പറ്റത്തില്ല. അടിച്ചു പിടിച്ചിരിക്കും ഞാൻ. കടിച്ചു പിടിച്ച് അടി വെക്കൂടാ, നമ്മള് കടിച്ചു പിടിച്ച് ഓടി വെക്കും. മുടിയുടെ കളറൊക്കെ മാറ്റി പഴയ പോലെ ആയല്ലോടാ. എന്താടാ ഞാൻ പറഞ്ഞടാ, ഇത് എന്തുവായിരുന്നു നേരത്തെ ഇറ്റാച്ച് ചെയ്ത്? എന്തുവായിരുന്നു ആ കോലം? നിനക്ക് ഇഷ്ടമായിരുന്നു? അന്ന് ഞാൻ നോക്കുമ്പോ ഒരു കൂട്ടം പെൺപിള്ളാരുടെ ഇടയില് അന്ന് വെച്ച് ഗേള് പറഞ്ഞെന്ന് പറഞ്ഞിട്ടൊക്കെ മുടി മാറ്റുക എന്നൊക്കെ വെരി ബാഡ്, ദാറ്റ്സ് വെരി ബാഡ്. നമ്മുടെ താൻ ഇത് ഇവിടെ പോയി കിടക്കുവായിരുന്നോ? കീരിയ ഡ്രസ് മാറ്റിക്കാൻ പോയതാ. ആണല്ലേ? മറ്റേ BVK ഒരു ചായ കൊണ്ടുപോകുന്നൊരു സംശയം. നിങ്ങൾ ആരെങ്കിലും ഇമ്പോസ്റ്റേഴ്സ് ആണോ? ഇനി ദൈവത്തെ ഓർത്ത് കൂടെ ഇന്ന് കുത്തരുത്. ഞാൻ ബോബിന്റെ കൂടെ ആയിരുന്നു ഇന്നലെ വരെ. പക്ഷെ ഇവിടുത്തെ സെക്രട്ടറി ആണല്ലോ വിജയം സുനിശ്ചിതം. നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു മഹിളാ വിങ് വരെ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അല്ല, നിന്റെ അല്ലടാ, നിങ്ങളുടെ എല്ലാവരുടെയും കളക്റ്റീവ്ലി. ഞാൻ കാര്യം പറട്ടെ, കണ്ണാപ്പി ഇതെന്താടാ കണ്ണാപ്പിക്ക് സത്യം പറഞ്ഞ ബുദ്ധി ഇല്ലടാ. ഈ നമ്മുടെ ഡ്രസ് എടുത്തിട്ട് ഇവൻ കിടന്ന് BVK എന്ന് വിളിക്കുന്നതിന്റെ ഒരാൾ പോലും കൂടെ വിളിക്കത്തില്ലടാ. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. എന്തൊക്കെയാണോ എന്തോ മോനെ. നമുക്ക് ഇങ്ങനെ പോയി മുതുക്കിനകത്തോടെ ചാരി ഇന്നലോടെ കുറച്ച് നേരം. പറഞ്ഞല്ലോ 18 വയസ്സിലായി ഞാൻ പോനെ കൂട്ടി. എടാ നമുക്ക് മുതുക്കിന്റെ ആ അവിടെ പോയിട്ട് ചാരി ഇന്നാലോ കുറച്ച് നേരം. അത് മതി. വണ്ടി എടുക്കണ്ടേ? ബൈക്ക് എടുക്കും. ജോക്കേഴ്സ് ഡെമോക്രാറ്റിക് പാർട്ടി. എടാ പക്ഷെ ഇത് ബോബ് വന്നിട്ട് കേട്ടോ ഒന്ന് കൊഴുത്ത്. ആക്ച്വലി ബോബാണ് ഈ പാർട്ടി രൂപീകരണത്തിന്. നമ്മൾ അതൊന്നും ചിന്തിച്ചിട്ടില്ല. കൈയില്ലാത്തോണ്ടേ അതല്ല ഒരു മിനിറ്റ്. എടാ ഈ ജോണി ഇന്ത്യയുടെ അവനെ കൊണ്ടൊന്ന് കേറ്റണേ. അല്ലല്ലോ എന്തുപറ്റി? സ്നൈപ്പൂട്ടൻ എടാ ജോണിയും കൂടെ ഒന്ന്. രായം BVKയുടെ സപ്പോർട്ടറാടാ നീ. നമ്മളെല്ലാം വെട്ടിക്കഴവാണ്. അത് വെട്ടിക്കഴവ നമ്മളെ അല്ല ചെറുക്കനല്ലേ എണ്ണോ. രായ രായ നിനക്ക് അത്രേ ഉള്ളല്ലേ രായ നമ്മളെ? ഞാൻ അല്ല അണ്ണുവിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ അവന്റെ കൂടെ. അവൻ ആരും ഇല്ല അണ്ണു. അണ്ണുവിനാണെങ്കിൽ ഇത്രയും ഉണ്ട്. ഞാൻ നോക്കുമ്പോ സിറ്റി ഫുള്ള് അണ്ണുവിന്റെ പറയലാണ്. ആരും സപ്പോർട്ട് ചെയ്യാതെ അവനൊരു. എടാ ഈ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ആരും ഇല്ലാന്നും പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്നതൊന്നും അല്ല, മനസ്സിലായോ? അവൻ നമ്മൾക്കൊരു ഓപ്പോസിറ്റ് അല്ല, നമ്മളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ മത്സരിക്കുന്നത്. സീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സീറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മേയറാവത്തില്ലേ? അതെങ്ങനെ അവൻ ജയിച്ചു കഴിഞ്ഞാൽ അവനും അവരില്ല മേയർ ആവണോന്ന്. തൂപ്പുകാരന്റെ പണി മേയറിന്റെ സ്ഥാനം എടുക്കുവോ? ഇതെന്തിനാ നമ്മളോട് കയറിയിരിക്കുന്നത്? BVK സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്രുമോനെയും കൊണ്ട് മുതുക്കിലോട്ട് വാ. രായനെയും കൂടെ കേട്ട്. രായ ബാടാ മുറുക്ക്. നമ്മളെ ഡ്രസ് ഇട്ടോണ്ടിരിക്കുന്ന ചന്ദ്രനും ചന്ദ്രൻ എന്നെ മാറ്റി എടുത്തിട്ട് മറ്റേ നമ്മുടെ BVK അല്ലല്ലോ, അണ്ണുവിന്റെ പാർട്ടിനെ പറയാത്ത കുറ്റങ്ങളൊന്നും ഇല്ല. കണ്ണാപ്പി നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ശരി. ഇതെന്താടാ ഇത് കാണിക്കുന്നേ? കീരി വലിഞ്ഞു കേറ്. ഇത് BVKയുടെ ട്രെയിനാന്നേ. എടാ ഒരു പ്രചരണ വണ്ടിയും ഒരു പ്രചരണവും അത് സെറ്റാക്കാം. എടാ ഒന്ന് കേറടാ. T/E/B_2. ഓ വണ്ടി വിടെ തക്കുടുവാക അതോ ലോകം, കുക്കുടുവാക അതോ ലോകം.
പക്ഷേ ഗെയിമേ കോപ്പി അടിച്ച കേട്ടോടാ സ്നൈപ്പ്, അതിനൊന്നും അറിയത്തില്ലല്ലേ. നമ്മള് ഗ്യാങ് തുടങ്ങി തക്കുടൂന്നിട്ട് പിറ്റേ ദിവസം അവര് മാറ്റി കുക്കുടൂന്നിട്ട്. ഞാൻ ഈ ജംഗ്ഷനിൽ ഇറങ്ങി നിൽക്കാം. പിന്നാണ് മനസ്സിലായത് കുക്കുടു എന്ന് പറഞ്ഞ കാർലോടെ ഗേൾ ഫ്രണ്ടിന്റെ നീ പേരാത്ത താ മാറ്റി കൂവാക്കി. നാണം ഉണ്ടോ തനിക്ക് ജോണി, നാണം ഉണ്ടോ? എന്നോട് ചോദിച്ചിട്ട് എന്താ ജോക്കി? ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്ക് റിവേഴ്സ് ചോദിക്കാം. അല്ല അപ്പാപ്പൻ ഒരു മിനിറ്റ് കീരി ഇരുന്ന് ചിരിക്കുന്നുണ്ടല്ലോ. കീരി പണ്ട് തക്കുടൂലായിരുന്നു, കുക്കുടൂലായിരുന്നു. ആ, എവിടെ നമ്മുടെ ഫോമിംഗ് ഇതാണ്, ഫോമിംഗ് മെമ്പർ ആണ്. ശരിയല്ലേ? പിന്നെ അന്നേരം എടാ അവിടെ പോയി നിക്കാനല്ലേ ഇവിടെ എടാ ഇടിച്ച് എന്ത് പാടാ ഇത്, ആരാടാ ഇത്? എടാ ഇത് കൈ പോലും വെളിയിടാൻ പറ്റത്തില്ല, കൈ പോലും. ഇത് എന്തുവായി എന്തുവാടാ ഇത്? വായി ഇത് കൈ വെളിയിടാൻ പറ്റത്തില്ല, കൈ വെച്ചൊരു പരിപാടി നടക്കത്തില്ല. ഒരു ജനതയാണല്ലോ പോയത്. ഇവിടുന്ന് അവിടെ വരെ നടക്കണം. ആ ഇവിടെ നടക്കൊന്ന് ഇറക്കി വിട, ഒന്ന് ഇറക്കി വിടേ. ആ മറ്റേ സ്നൈപ്പേ മോനെ പാട്ട് മോനെ, സ്നൈപ്പേ മോനെ പാട്ടറാ. നമ്മൾ ഇവിടുന്ന് അവിടെ വരെ നടക്കും. ഇത് നാളെ എങ്ങാണോ എത്തും അങ്ങനെ. ഇവിടുന്ന് വേണ്ട അതെ വേറെ ഇങ്ങനെ ബാക്കിലോട്ട് നോക്കുന്നു. കൊള്ളാം കേട്ടോ, നമ്മുടെ കൂട്ടത്തിലെല്ലാം കഴിവുള്ള പിള്ളേരാ. ഇത് പോരാ പാട്ട് പോരാ, ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യുന്നില്ല. നല്ല പാട്ടല്ലേ ഇത്? ഇതിന് എല്ലാ സന്ദർഭവും ചേരുമല്ലേ? അതെല്ലാം ചേരും. നമ്മളങ്ങ് ചേർക്കുമല്ലോ. ധാരാളം നമ്മുടെ ഫോട്ടോ ആണോ എടുക്കുന്നേ? അതല്ല അതിന്റെ ഒരു ബ്യൂട്ടി. നമ്മുടെ കണ്ണാപ്പി എവിടെ തള്ളിക്കുറി കൊണ്ട് പോവാന്ന് തോന്നുന്നു. അത് നടന്നു വരണ്ടേ ഇനി? ആ ഓടി വന്ന കേട്ടോ. ഓ മോനെ വിഷയം. ഇട മറ്റേ മേക്ക് വേ ഫോർ ദ കിങ് എന്ന് പറഞ്ഞൊരു പാട്ടില്ലേടാ, മറ്റേ അപ്പക്കുട്ടനിട്ടേ. അത് ഏതാ പാട്ട്? അത് രാക്കായിലെ പാട്ടാണോ? ഒരു ഗോഡ് ഫാദർ ആണ് പോലും. പിന്നെ ഞാനെന്തോ വേണം, കൂടെ 24 മണിക്കൂറിനെ കസേര ഇട്ടിരിക്കാം. അന്ന് ഈ പാട്ട് ഒന്നും കൂടി ഇടാൻ മുതിപ്പോത്താണ് നമ്മുടെ പുറകെ നടക്കും. ആണല്ലേ? എടാ മറ്റേ പാട്ട് റാക്കേലെ പാട്ട്, മേക്ക് വേ ഫോർ ദ കിങ്. സ്നൈപ്പേ മേക്ക് വേ ഫോർ ദ കിങ് ഇടേ റാക്കേലെ പാട്ട്. അതൊക്കെ ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരും, ചോദിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും ഇടുവനി. നമ്മുടെ JDP ഒരാൾ പോയിട്ട് തിരിച്ചു വന്നു. ഇവൻ ഇമ്പോസ്റ്റർ കേട്ടോ, കണ്ണാപ്പി ഇമ്പോസ്റ്റർ ആണേ. നമ്മൾ ആരടുത്തും മിണ്ടോ, നമ്മൾ ഇങ്ങനെ നടന്നാ മതി. അതെ മിസ്പോയ്ക്ക് കോലം മാറ്റിയപ്പോ ഒരു വിഷമം ഉണ്ടോടാ? എന്ത് വിഷമമാണ്? പാട്ടില്ലാത്തോണ്ട് ഒരു പാട്ട് കേൾക്കുന്നില്ല. ഞാൻ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. കേൾക്കുന്നില്ല കേട്ടോ. അത് സൗണ്ട് കൂടി ഇപ്പൊ കേൾക്കുന്നില്ല പാട്ടിലൂടെ. നേരത്തെ സ്നൈപ്പ് ഇട്ടപ്പോ കേട്ടു. മൊബൈലിന് സൈഡിൽ അതൊക്കെ വിവരമുള്ളവന്മാർ ഇടുന്നോടാ കണ്ണാപ്പി, എന്നെ പോലുള്ള എടുക്കട്ടത്. പാട്ടില് നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ കേൾക്കാന്ന് പറഞ്ഞേ, ഇപ്പൊ കേൾക്കാന്ന് പറഞ്ഞേ. ഇല്ലടാ ഇല്ലടാ കണ്ണാ ഓറ മൈനസ് ആയി. കാന്ത എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇറ്റാച്ചി സ്നൈപ്പേ യൂത്ത് വിങ്ങിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ. പിന്നല്ല ഒരു മാറ്റം ഇല്ല. ഒന്ന് മാറിക്കോ. ഇത് കൊള്ളാം. കൊഴിഞ്ഞു പോവല്ലേ തിരിച്ചു കടക്കണ്ട. ഇത് പുറകിലോട്ട് എങ്ങനെയാണോ നോക്കുന്നേ?
സോറി, വഴി തെറ്റി. ഇതൊരു ഫോട്ടോ മോഡ് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും അറിയുമോ അത്? മുറുക്ക് ബീച്ച് സൈഡ് പോടാ, നമ്മൾ ഈ ആളില്ലാത്തടത്തോട്ടാണ് പോകുന്നത്. റിവേഴ്സ് റിവേഴ്സ് ഇറ്റാച്ചി റിവേഴ്സ്. ഈ പാട്ട് റിപ്പീറ്റ് ഉണ്ട്. താഴോട്ട് പോയിട്ട് ഇവിടെ ഓ, ആളുകൾ കൂടുന്നുണ്ട് കേട്ടോ, ആളുകൾ കൂടുന്നുണ്ട്. എടേ മുച്ചിരിയുടെ ബാപ്പ പുറകെ കൂടിക്കോ. കണാപ്പി ഫ്രണ്ടിൽ തന്നെ പറഞ്ഞേ. സിറ്റി മൊത്തം നമ്മളോട് നടക്കും കേട്ടോ ഇപ്പം. ജോണി മറ്റേ പിള്ളേരെയും കൂടെ വിളി ജോണി, മറ്റേ സ്ത്രീ കിടക്കം. ഓ കിട്ടില്ല ഫോട്ടോ, എന്തൊരു രക്ഷയില്ലാത്ത ഫോട്ടോ. വിഷയം ഫോട്ടോടാ, അത് തമ്മിലുള്ള ഫോട്ടോ. ഇതൊക്കെ നാളെ തൊട്ട് നാളെ തല്ല തമ്മിലും JDP. എടാ ഇത് വിഷയമാ ഇത്. ഇത് നല്ല ഫ്രെയിമാണ്. കൊള്ളല്ലേ, ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഒരു മറ്റേ വെർട്ടിക്കലാക്കി തന്നെ നമുക്ക് സ്റ്റോറി ഇടായിരുന്നു കേട്ടോ. എനിക്ക് അത് അതിനുള്ള കഴിവില്ല. ഓ എടാ ഇതെന്തോടാ ഇത് നടന്നു വരുന്നേ. ഫോട്ടോസ് നോക്കണം. എടാ നടന്നു വരുന്ന എന്തോടാ ഇറ്റാച്ചി? ഓ ആ നടന്നു വരുന്ന സീ കണ്ടില്ലേ? എടാ വിഷയം ഇത് തീ. ഇല്ല ഈ ഫോട്ടോ ഇത് കോപ്പി. എടാ ആ ചെറുക്കൻ നല്ല കഴിവുള്ളൊരുത്തനാ കേട്ടോ. ഗാലറിയിലിടാം മോനെ. പൊളപ്പം ഗെയിം. ഇപ്പൊ ഇതായിരുന്നോ? ഇതല്ലല്ലോ ആള്, ഇതായിരുന്നോ പൊളപ്പൻ? രണ്ടു ഒരേ ആളാണോ? ഇത് വിഷയല്ലേ, ഇത് എവിടെ പോസ്റ്റ് ഇടാൻ? അപ്പൊ ഒന്ന് പോസ്റ്റ് കൂടി ചെയ്ത് കൊടുക്കുക. എന്തായിരുന്നു സത്യം ഇല്ലടാ, ഒന്ന് പോസ്റ്റ് ചെയ്ത് കൊടുത്തില്ലല്ലേടാ. എന്റെ പൊന്നു ജോണി അത് പുറത്തൊന്ന് കാണണം. എടാ ഹലോ, എവിടെ ഇട്ടേക്കണേ? എടാ എല്ലാരും ഞാനിപ്പോ ഇരിക്കുന്ന VCയുടെ ചാറ്റിനകത്തൊന്ന് നോക്കിയേ. എടാ നടന്നു വരുന്നുണ്ടല്ലോ. എടാ പൊളപ്പൻ എന്ത് ചെയ്യണം, ചെറുക്കൻ എന്ത് ചെയ്യ ജോണി? പൊളപ്പനാണോ ആരെ ഇട്ടേത് ചോദിച്ചാ? പൊളപ്പൻ വേറെ ഫോട്ടോ അയച്ചത്. ഇവൻ ബാഡ്മാൻ എക്സ്ട്രീം. ഇവന്റെ സിറ്റിയിലെ പേര് നെഫി ക്ലീറ്റസ് എന്നാണ് അവന്റെ പേര്. നെഫി ക്ലീറ്റസാ? അതാണ് അവന്റെ പേര്. ആ അവിടെ നടന്നു വരുന്നിടത്ത പയ്യൻ എന്ത് ചെയ്യും? നടന്നു വരുന്നിടത്ത പയ്യൻ എന്ത് ചെയ്യും? അവനെ തപ്പി പിടിച്ചേ. സ്ക്രീൻഷോട്ട് നോക്ക്. എടാ നടന്നു വരുന്നത് കിട്ടുന്നില്ല എടാ കണ്ണാപ്പി. ഇതാണ് മോനെ കിട്ടിയ നോക്ക്. ഇതെന്ത് സാധനം? ഏതാ 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 ഏതാ? ഞാൻ സ്ക്രീൻഷോട്ട് നോക്ക്. ഇത് ഈ സാധനം. ഇത് നോക്ക് ഫ്രെയിം. ഓ എടാ ഇത് വിഷയടാ, ഇത് കറക്റ്റ് വിഷയ സാധനം. ഇത് എന്ത് സാധനമല്ലേ എടാ? സേവ് ചെയ്ത് വെച്ചാടാ. പിള്ളേർക്ക് തമ്മിലും വാൾപേപ്പറും ഒക്കെ. ഓ കറക്റ്റ് അല്ല, കറക്റ്റ് എല്ലാരും ഇവിടെ നടന്നു വരുന്നേക്ക് ഇവിടെ വിഷയം. ഇത് അൾട്ടിമേറ്റ് സാധനം. അതിന് തൊട്ട് മുകളിലത്ത് കൊള്ളാടാ, അതിന് തൊട്ട് മുകളിലത്ത് കൊള്ളാടാ. ഇതോ? അതും കൊള്ളാടാ, എല്ലാം കൊള്ളാടാ. എടാ അവനെ തപ്പടാ ഇറ്റാച്ചി. ആ എടുത്തവൻ ഈ നടന്നു വരുന്ന നെഫി ക്ലീറ്റസ്. ഈ നെഫി ക്ലീറ്റസിനെ എങ്ങനെ തപ്പും? എടാ നെഫി ക്ലീറ്റസ് ആരാ? നെഫി ക്ലീറ്റസ് ആരാ? നെഫി ക്ലീറ്റസ് ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. എടാ മോനെ, എടാ ജോണി ഒഫീഷ്യൽ ഫോട്ടോ ഡിസ്കോഡ് വീട്ടിയാണ്. ആ ഡിസ്കോഡ് കൂട്ടിയതു. എടാ എന്നെ കൂടെ കൂട്ടി. എടാ നെഫി ക്ലീറ്റസ് ആരാ മോനെ? നെഫി ക്ലീറ്റസ് എടാ മോനെ അവൻ എന്തിന്? നമുക്ക് ഫോട്ടോഗ്രാഫർ വേണമല്ലോ. നിന്റെ നമ്പർ ഉണ്ടോ അവന്റെ? ഇല്ല. ശരി നീ അവനെ എവിടെ തപ്പിപ്പോവും? സ്റ്റെഫി ക്ലീറ്റസ് അല്ല, ഞാൻ പഠിച്ചിട്ടുണ്ട്. സ്റ്റെഫി ക്ലീറ്റസ് അല്ല, നെഫി ക്ലീറ്റസ്. അയ്യോ പാട്ട് എടാ നമുക്കേ സ്നൈപ്പ് എന്ത് നിക്കുന്നു. അത് പിന്നെ ഡെഫിൻ അത് പോയോ? ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടാണ് പിങ്കിൽ മാർക്കിൽ. എക്സലൻസിന്റെ ഗാലറി ഉണ്ടത്. എങ്ങനെയുണ്ട്? ആ എടോ താനാ ഫോട്ടോ ഉണ്ടോടോ ജോണി? ഞാൻ ഒരെണ്ണം കണ്ടു. ആ ഗാലറി പോയി നോക്കി എക്സലൻസിന്റെ.
നെഫിക്ലീറ്റസിന്റെ ആണോ? ഓ നടന്നു വരുന്നേ. ആ അത് തന്നെ. കിട്ടില്ല. അത് വിഷയം ഫോട്ടോ ഫോട്ടോസ് ഗാലറിയിൽ ഫോട്ടോ ഫ്രാഫറാ. കേട്ടോ ഓ കോച്ച് മിസ്ഡ് ഔട്ട് കോച്ച്, യു മിസ്ഡ് ഇറ്റ് ഔട്ട് കോച്ച്. പാർട്ടിയുടെ പ്രൊമോഷൻ. ആ കോച്ച് നീങ്ക നമ്മ പാർട്ടി തന്നെ കോച്ച്, ജോക്കേഴ്സ് ഡെമോക്രാറ്റിക് പാർട്ടി. ജോക്കേഴ്സ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മെമ്പർ അല്ലേ കോച്ച്? കോച്ച് ജോക്കേഴ്സ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മെമ്പർ അല്ലേ? അതോ BVK ആണോ കോച്ച്? കോച്ച് ഈ ഡ്രസ് വേണം കേട്ടോ കോച്ച്. ഞാൻ ഉള്ളപ്പോ നമ്മുടെ പാർട്ടിയുടെ അനുഭാവികളല്ലേ ഈ ഡ്രസ്, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കോച്ചിന് ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ കോച്ച്, ഓക്കെ പോയിട്ടോ കോച്ച് പോയിട്ടോ. ഇറ്റാച്ചി സ്നൈപ്പും ഇറ്റാച്ചിയും ആയിട്ടൊരു മീറ്റിംഗ് വേണമല്ലോ. ഓ പിന്നെന്താ ഇപ്പൊ തന്നെ ജോണി കം. അതെ നെഫിയെ നമുക്ക് തൂക്കാം. ഫോട്ടോഗ്രാഫർ വേണമല്ലോ, അത് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം, സെറ്റ് ആക്കാം. സ്നൈപ്പ് എടാ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അവൻ ഇല്ലടാ ഇവിടെ. എവിടെടാ സ്നൈപ്പേ? എടാ വാ ജോലി മീറ്റിംഗ്. ഹലോ ഹലോ ഇതാണോ നെഫി? ബ്രദേഴ്സ് ഡേ. ഹാപ്പി ബ്രദേഴ്സ് ഡേ മോനെ, ഹാപ്പി ബ്രദേഴ്സ് ഡേ. കോച്ച് കൂടെ പോയി ഡ്രസ് പോട്ട് വാങ്ങ. ഒരു മിനിറ്റ് എക്സ്ചേഞ്ച് ടേക്ക് അവർ കാൾ பண்ணி ഹലോ അവർ ഡ്രസ് കോഡ് சொல்லுங்க. ബ്രദേഴ്സ് ഡേ. ഇപ്പൊ എല്ലാരും പോയി, നമ്മൾ 3 പേര് അല്ല അവര് ഫ്രണ്ടിലോട്ട്. ഇതിപ്പോ എല്ലാരും കൂടെ എപ്പോഴും നടക്കാൻ പറ്റുമോ? തന്റെ ഇത് എന്തൊരു പറയുന്നേ, പെൻഷൻ. എനിക്ക് എത്ര രൂപ പെൻഷൻ കിട്ടാനുള്ളത്? ഇതുവരെ കിട്ടിയിട്ടില്ലേ? കിട്ടിയാണെങ്കിൽ കാര്യം കിട്ടാം സെറ്റാക്കി തന്നിരിക്കും. സ്നൈപ്പ് വന്നല്ലേ? ആ ജോണി നമുക്ക് യൂത്ത് വിങ്ങിന്റെ കാര്യം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിട്ട് പിള്ളേര് എന്തി സ്നൈപ്പ് എന്തി ഇവിടെ. ഹാപ്പി ബ്രദേഴ്സ് ഡേ ഒന്നും ആർക്കും വേണ്ട കേട്ടോ, എല്ലാവർക്കും ഇവിടെ യുദ്ധമാണ്. ഓ വാർച്ചാറ്റ് ഇട്ടാ കാണത്തില്ലേ മെയ്ബേട്ട്. എക്സ്ചേഞ്ച് സ്പേസ് ഹാപ്പി ബ്രദേഴ്സ് ഡേ എനിക്ക് ഇക്കാക്കോ എന്തോ. ഹലോ അതും ആരും മൈൻഡ് ചെയ്തില്ല. ഇവിടെ സിറ്റിയിലൊന്നും ഒരു ബ്രദർഹുഡ് ഇല്ല ആക്ച്വലി. കാറിന്റെ റോബറിന്റെ അവിടെ മാർക്ക് വരും, മനസ്സിലായോ? മാർക്കും വരും. അതാവുമ്പോ നമ്മള് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഫ്രീ പൈസയൊക്കെ കിട്ടും, റോബറി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതാണ് മോനെ അനുഭാവി എന്നുള്ള നിലയ്ക്ക് ഈ ഡ്രസ് ഇട്ട് വേണം, ഈ ഡ്രസ് ഇട്ട് നടക്കാൻ പറ്റുമെങ്കിൽ നടക്കണം കേട്ടോ. രാത്രികളിൽ ഈ കറുപ്പ് ഇവന്മാരിട്ടേക്കുന്ന എല്ലാരും ഇതാണ് നമ്മുടെ ഡ്രസ് കോഡ്. ജാക്കറ്റ് 1369. ഓക്കേ. ഓ ഈ നന്ദൂസ് മോൻ ആരാ മോനെ? ഹാപ്പി ബ്രദേഴ്സ് ഡേ ജോക്കി മാമ എന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്നു. നമ്മൾ അതൊക്കെ ഇഗ്നോർ ചെയ്യണം. ഹാപ്പി ബ്രദേഴ്സ് ഡേ. മാമൻ രണ്ടുപേരും ഒരുമിച്ച് ഉദ്ദേശിച്ചായിരിക്കും. എന്ത് പറഞ്ഞാലും നമുക്ക് എടാ നമ്മളിപ്പോ ഫുൾ പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ്. മൈനസ് ഓറയൊന്നും അല്ലടാ, നമ്മുടെ മര്യാദ കാണിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ മര്യാദ കാണിക്കണമെന്നത് അവരുടെ ഇഷ്ടമാണ്. ഇറ്റ്സ് നോട്ട് അവർ ഫക്കിംഗ് കൺസേൺ. നമ്മളൊരു കാര്യം പറഞ്ഞു, ഇഫ് ദേ വാണ്ട് ടു റെസിപ്രോക്കേറ്റ് അവരത് ചെയ്യും അവരുടെ മര്യാദക്ക്. നമ്മുടെ കാര്യം വിട്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മള് അത് വേണമെന്നൊന്നും നമ്മൾ വാശി പിടിക്കത്തില്ല, വേണമെങ്കിൽ കിട്ടിയാൽ മതി. ആ സ്നൈപ്പേ ഇറ്റാച്ചി ജോണിയോടെ ജോണി മാമനെ കാണാനില്ല, അതാ ഞാൻ ചോദിച്ചത്. ഇയാളിത് അതാണ് അവിടെ പോയിരിക്കുന്നത് ഇയാള്. ഒരു മിനിറ്റ് പുറയിലേക്കോ? പുറയിലുണ്ടോ? ഹാപ്പി ബ്രദേഴ്സ് ഡേടാ. ഹാപ്പി ബ്രദേഴ്സ് ഡേടാ. ഇയാളിത് അടുത്ത് നിന്നിട്ടാണോ? ആ മമ്മയുടെ നിങ്ങളെ 3 പേരെയും കൊണ്ടെന്ന് പറഞ്ഞേ. കീരിയും വന്നോ സ്നൈപ്പ ഇറ്റാച്ചി ബാ. കീരിയും വരട്ടെ, എല്ലാരും വരട്ടെ. നമുക്ക് നടന്നു തന്നെ പോയാ പോരെ, ഒരു രസമില്ല. എന്റെ മുകളിലൊന്നും കയറണ്ട. ഇറ്റാച്ചി സ്നൈപ്പേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ഈ കണ്ണാപ്പിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BVK വെട്രിക്കഴകത്തിന്റെ
അതീതമായ സപ്പോർട്ടേഴ്സിൽ ഒരാളാണ്. ആകെപ്പാട കണ്ണാപ്പിയും ബോബോയും ഇപ്പൊ രായനും ചെറുതായിട്ടൊരു ചാഞ്ചാട്ടം ഉണ്ട്. പക്ഷെ രായനെ നിങ്ങൾ പറഞ്ഞത് ഇങ്ങോട്ട് വേണം കൊണ്ടുവരാൻ. ഇല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വരില്ല, കാരണം വരില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പുഷ് ചെയ്താൽ വരും. രായൻ രണ്ടുപേരും വീടോന്നുള്ളത്, കാരണം അവൻ്റെ കൂടെ ഒന്നും ഇല്ലാതെ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു. വേറൊരു കാര്യം ആലോചിക്കണം. ആ. യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് സെക്രട്ടറിയും ഇറ്റാച്ചിയും സ്നൈപ്പും ആണല്ലോ. അതെ, മേയറായി കഴിഞ്ഞാൽ പിന്നെ ഈ സിറ്റിയുടെ കൺട്രോൾ ആരുടെ കയ്യിലാ? നമ്മുടെ കയ്യിൽ തന്നെ. അപ്പൊ സ്നൈപ്പും ഇറ്റാച്ചിയും ഇടാ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ആളുകളിൽ എത്തിക്കുക. നിങ്ങൾ പുതിയ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരിക, റീലുകളുടെ ഐഡിയ കൊണ്ടുവരിക. നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു, ഹാഷ്ടാഗ് JDP ട്രെൻഡ് ആക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഇതൊക്കെ ചെയ്യണം, മനസ്സിലായോ? രാത്രി പിടിമല പോയി മാത്രം ഇരിക്കരുത്. പിന്നെ മാക്സിമം ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് കണ്ടോ. ഇപ്പം മാന്യമായിട്ടുള്ളവരെല്ലാം ഇടുന്നുണ്ടോ ഹാപ്പി ബ്രദേഴ്സ് ഡേ. അപ്പം അല്ലല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആളുകളെ സംഘടിപ്പിച്ച് ഈ ഡ്രസ് കോഡ് നമ്മളൊന്ന് ട്രെൻഡ് ആക്കി ഡ്രസ് ഇടിപ്പിക്കുക. തീർച്ചയായിട്ടും മനസ്സിലായോ? എല്ലാരും ഡ്രസ് ആയിരിക്കും സിറ്റിയില്. നോക്കിക്കോ മോനെ, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞുണ്ടല്ലോ ഞാൻ നിങ്ങളെ അംഗീകരിച്ച് കളയും. എന്നിട്ട് നമ്മളൊരു മാസ് ഇത് എന്തിനു പറഞ്ഞു ജോഡി, മറ്റേ ഒരു മീറ്റപ്പ് പോലെ ഒരു സംഘം കൂടണം നമുക്ക്, മനസ്സിലായോ? ഇപ്പൊ തന്നെ നമ്മുടെ ടീം ഒന്ന് നോക്കി. ഒരു സിഗ്മയുടെ ഹെഡ്, റൊമാന്റിക് ഹീറോ, ഒരു എക്സ് റൊമാന്റിക് ഹീറോ, മൊത്തം യൂത്ത് സ്നൈപ്പും പോയി വാർദ്ധക്യ ഹീറോ പോയി. അപ്പോഴേ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂത്തിനെ ഫുള്ള് നിങ്ങൾ വേണം നോക്കേണ്ടത്. ഞാൻ ആ സൈഡിലോട്ടേ വരുന്നില്ല. അപ്പൊ മീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ് മക്കളെ. അപ്പം എല്ലാരും നാളെ വരുമ്പോ ഈ ഒരു ഡ്രസ് ഇട്ട് ഇങ്ങനെ നിക്കുന്ന കാണണം. എല്ലാരും ഒരു 10-35 പേരെങ്കിലും വേണം. ട്രെൻഡ് #JDP. ഓക്കെ, ട്രെൻഡിങ് ആയിരിക്കണം. റീലൊക്കെ നിങ്ങളൊക്കെ റീലൊക്കെ അപ്ലോഡ് ചെയ്ത് ഇടാ അങ്ങോട്ടെ. ഇതൊക്കെ നമ്മള് ചെയ്യാൻ പോവാ. അപ്പൊ ശരി മക്കളെ, എന്നാ മീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്. ഓക്കെ, വേണ്ട ഇത് എപ്പോഴും പാട്ട് വരാം. ഇത് എന്തോന്ന്, ഇത് പാട്ടൊന്നും വേണ്ട. ഇതെന്ത് ഇത് നമ്മൾ എപ്പോഴും ഇടാൻ വേണ്ട, നമ്മള് ക്വാളിറ്റി പോകും നമ്മുടെ. പിന്നെ #JDP പോലെ എന്തെങ്കിലും സ്ലോഗൻ അല്ലെങ്കിൽ അതിപ്പോഴൊന്നും ഇപ്പൊ തൽക്കാലമൊന്നുമില്ല.